ഹലോ ഫ്രണ്ട്സ്, അഷ്ലോക് യൂണിവേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മൗനം സമ്മതം രണ്ടാം ഭാഗത്തിന്റെ ഉദ്വേഗഭരിതമായ 366 എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നാം കാണുന്നത് അതീവ ദേഷ്യത്തിലും തലവേദനയാൽ അസ്വസ്ഥനുമായി നിൽക്കുന്ന അശോകിനെയാണ്. ആശയുമായി സംസാരിച്ചതിനു ശേഷമുള്ള ആ മാനസിക വിഷമം അശോകിന്റെ മുഖത്ത് വ്യക്തമാണ്. ഈ സമയം അപ്സര അങ്ങോട്ടേക്ക് വരികയാണ്. അശോകിനെ ദേഷ്യം പിടിപ്പിക്കുന്ന ആശയുടെ പ്രവർത്തികളെക്കുറിച്ച് അവൾ മനസ്സിലോർത്തുകൊണ്ട് അശോകിനെ കയ്യിലെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിതെന്ന് ഹംസരയോട് പറയുന്നു. തന്റെ തന്ത്രങ്ങൾ വിജയിപ്പിക്കാൻ ഉറച്ച് അപ്സര അശോകിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. കയ്യിൽ വിക്സുമായി എത്തുന്ന അപ്സര അശോകിനോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വഴക്കിടുന്നത് എന്നാണ്. ആശയുടെ വാശിക്കാരനായ സ്വഭാവത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തിയ അപ്സര സ്വന്തം ഭർത്താവ് പറയുന്നത് പോലും അനുസരിക്കാത്ത അവളെ എന്തിനാണ് വിവാഹം കഴിച്ചതെന്നും അശോകിന് ഇതിലും നല്ല എത്രയോ പെൺകുട്ടികളെ കിട്ടുമായിരുന്നുവെന്നും പറഞ്ഞ് പ്രകോപിപ്പിക്കുന്നു. ഈ സംഭാഷണങ്ങൾക്കിടയിലാണ് ആശവാതിലിനരികിലേക്ക് വരുന്നത്. അശോകിന്റെ കഠിനമായ തലവേദന മാറ്റാൻ താൻ ബാം പുരട്ടിത്തരാമെന്ന് അപ്സര വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അശോക് അത് സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്യുന്നത്. തന്റെ കൈകൾക്കൊരു മാന്ത്രിക ശക്തിയുണ്ടെന്നും താൻ തൊട്ടാൽ ഏത് വേദനയും മാറുമെന്നും അപ്സര വീണ്ടും നിർബന്ധിക്കുന്നു. എന്നാൽ അപ്സരയുടെ ഈ അനാവശ്യമായ അടുപ്പം അശോകിനെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നു. ഒടുവിൽ സഹികെട്ട അശോക്, എന്റെ പൊന്നപ്സര, ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്, ദയവ് ചെയ്ത് നീ ഇവിടെ നിന്ന് പോകാമോ എന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്നു. എന്നാൽ അശോകിന്റെ ഈ ദേഷ്യം അപ്സരയെ ഒട്ടും തളർത്തുന്നില്ല. പകരം തന്നോട് ഇത്രയും അധികാരത്തോടെ സംസാരിക്കാൻ അശോകിന് അവകാശമുണ്ടല്ലോ എന്നോർത്ത് അവൾ ഉള്ളിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അവൾ അവിടെ നിന്നും പോകുമ്പോൾ പുറത്തുനിന്ന് ഇതെല്ലാം കാണുന്ന ആശയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. പിന്നീട് ദൃശ്യം മാറുന്നത് ജ്യോതിയുടെ വീട്ടിലേക്കാണ്. ജ്യോതിയുടെ അനിയത്തിയെ കാണാൻ ഇന്ന് ചെറുക്കന്റെ വീട്ടുകാർ വരുന്നുണ്ട്. ആ സന്തോഷം പങ്കുവെക്കാൻ ജ്യോതി എത്തുമ്പോൾ അമ്മയും അനിയത്തിയും ഒട്ടും താല്പര്യമില്ലാതെയാണ് ഇരിക്കുന്നത്. വരുന്നത് ആരായാലും ജ്യോതി കാരണം ഈ കല്യാണവും നടക്കാൻ പോകുന്നില്ലെന്ന് അമ്മ കുറ്റപ്പെടുത്തുന്നു. ഇതുവരെ വന്നവർക്കെല്ലാം മകളെ ഇഷ്ടപ്പെട്ടതാണെന്നും എന്നാൽ ജ്യോതിയുടെ ഇടപെടലുകൾ കാരണമാണ് ആലോചനകൾ മുടങ്ങുന്നതെന്നും അമ്മ കഠിനമായി സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന ജ്യോതിയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അഷ്ലോക് യൂണിവേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായി കമന്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് ഓഫ് നൽകാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും എനിക്ക് വലിയ പ്രചോദനമാണ്. അടുത്ത സീനിൽ അശോക് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആശ വന്ന് അശോകിനെ തമാശയ്ക്ക് ശല്യം ചെയ്യുന്നത്. ഫോൺ കട്ട് ചെയ്ത ശേഷം അശോക് ആശയോട് ദേഷ്യപ്പെടുന്നു. താൻ ഗൗരവമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വട്ടുകാണിക്കുന്നത് എന്നാണ് അശോക് ചോദിക്കുന്നത്. തുടർന്ന് അവർ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഹോട്ടലിന്റെ ലിസ്റ്റും ചിലവുകളും ആശ അശോകിനെ കാണിക്കുന്നു. എന്നാൽ കണക്കുകൾ നോക്കുമ്പോൾ വലിയൊരു തുകയാണ് വേണ്ടിവരുന്നത്. ഇത്രയും പൈസ എവിടെ നിന്നുണ്ടാക്കുമെന്ന് അശോക് ആശങ്കപ്പെടുന്നു. അച്ചു തന്ന സ്വർണ്ണ നാണയത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട എന്ന് അശോക് പറയുമ്പോൾ അപ്സര ഇത് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. സ്വർണ്ണ നാണയത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ അവൾക്ക് അത്ഭുതമാവുകയും അവർ തമ്മിലുള്ള വഴക്ക് നോക്കി ആസ്വദിക്കുകയും ചെയ്യുന്നു. അശോകിനെ നോക്കി നിൽക്കുന്ന അപ്സര പിന്നീട് ഒരു മനോഹരമായ സ്വപ്നത്തിലേക്ക് വഴുതി വീഴുന്നു. അശോകിനോടൊപ്പം ഡാൻസ് കളിക്കുന്നതായും അശോകിനെ പോലെയുള്ള ഒരു ഭർത്താവിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് കടയുടമ അങ്ങോട്ടേക്ക് വരുന്നത്. കട തുടങ്ങുന്ന കാര്യത്തിൽ എന്ത് തീരുമാനമായെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അശോക് സമ്മതിച്ചു എന്ന് ആശ സന്തോഷത്തോടെ പറയുന്നുണ്ടെങ്കിലും പൈസയുടെ കുറവ് അവർ അദ്ദേഹത്തെ അറിയിക്കുന്നു. ഉടമയ്ക്കും അവരെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയില്ലെങ്കിലും പൈസ കിട്ടാൻ സാധ്യതയുള്ള ഒരാളെ തനിക്ക് അറിയാമെന്നും അവിടേക്ക് പോകാമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഇത് കേട്ട ആശയ്ക്ക് വലിയ പ്രതീക്ഷ ലഭിക്കുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടുനിന്ന അപ്സര, നിങ്ങൾ ഇവിടെ ഒരു കട തുടങ്ങാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ്. തുടർന്ന് അശോകും ആശയും ഉടമയും കൂടി പണം കടം ചോദിക്കാനായി ഒരാളുടെ അടുത്തു എത്തുന്നു. 1,00,000 രൂപയാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ സെക്യൂരിറ്റിയായി വീടിന്റെ ആധാരമോ മറ്റ് രേഖകളോ നൽകാൻ അവരുടെ പക്കലില്ല. ഉടമ തന്റെ രേഖകൾ നൽകാമെന്ന് ഏൽക്കുന്നുണ്ടെങ്കിലും പണമിടപാടുകാരൻ ചോദിക്കുന്ന പലിശ കേട്ട് അശോകും ആശയും ഞെട്ടിപ്പോകുന്നു. ഇത്രയും വലിയ ഇൻട്രസ്റ്റ് തങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലെന്ന് അവർ പറയുന്നു. സുഹൃത്ത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും കുറച്ചു നൽകുന്നതെന്നാണ് കടക്കാരന്റെ മറുപടി. ഒടുവിൽ നിവൃത്തിയില്ലാതെ അവർ അവിടെ നിന്നും മടങ്ങുന്നു. മറ്റൊരു ഭാഗത്ത് സോജ കാവ്യമോളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കാവ്യമോൾക്ക് പഠിക്കാൻ താല്പര്യമില്ലെന്നും ചെറിയമ്മ പഠിപ്പിക്കുന്നത് പോലെ രസമില്ലെന്നും അവൾ പരാതിപ്പെടുന്നു. ഇത് കേട്ട് സോജയുടെ അമ്മ വരികയും കാവ്യമോളെ വഴക്കു പറയുകയും ചെയ്യുന്നു. സ്വന്തം അമ്മയേക്കാൾ വലുതല്ല ചെറിയമ്മയെന്നും എല്ലാ കാര്യത്തിനും അശോകിന്റെ ഭാര്യ വേണമെന്ന് പറയുന്നത് ശരിയല്ലെന്നും അമ്മ പറയുന്നു. എന്നാൽ സോജ തന്റെ മകളെ വഴക്കു പറയുന്നതിൽ നിന്ന് അമ്മയെ തടയുന്നു. പിന്നീട് വീട്ടിലെത്തിയ ചില സ്ത്രീകൾ സോജയോട് ലോക്കറിന്റെ ചാവിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് അച്ഛന്റെ കയ്യിലാണെന്ന് സോജ മറുപടി നൽകുന്നു. ഈ വീടിന്റെ മൂത്ത മരുമകളായിട്ടും ലോക്കറിന്റെ ചാവിയെക്കുറിച്ച് നിനക്കറിയില്ലേ എന്നവർ പരിഹസിക്കുന്നത് സോജയെ വേദനിപ്പിക്കുന്നു.
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഈ വീഡിയോയ്ക്ക് ഒരു 100 ലൈക്കെങ്കിലും എത്തിക്കാൻ സാധിക്കുമോ? ലൈക്ക് ചെയ്യുന്നവർ എല്ലാവരും തന്നെ കമന്റും ചെയ്യുക. ലൈക്കിന്റെയും കമന്റിന്റെയും എണ്ണം ഒരുപോലെയാക്കാൻ നമുക്ക് ശ്രമിക്കാം. നിങ്ങളുടെ പിന്തുണയാണ് എന്റെ കരുത്ത്. അതിഥികൾ പോയ ശേഷം സോജയുടെ അമ്മ അവളെ വീണ്ടും ശകാരിക്കുകയാണ്. ഈ വീടിന്റെ എല്ലാ അവകാശങ്ങളും സോജ പിടിച്ചെടുക്കണമെന്നും അച്ഛന്റെ മനസ്സിൽ ഇടം നേടണമെന്നും അമ്മ ഉറക്കെ പറയുന്നു. ഈ സംഭാഷണങ്ങളെല്ലാം ഭരത് കേൾക്കുന്നുണ്ട്. ഭരത് വന്നത് ശ്രദ്ധിക്കാതെ അമ്മ ഓരോന്ന് പറയുന്നത് കേട്ട് സോജ ആകെ വിയർത്തു പോകുന്നു. ഭരത് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ സോജ അവനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. ഭരതിന്റെ മുന്നിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചതിന് സോജ അമ്മയോട് ദേഷ്യപ്പെടുന്നു. തിരികെ വന്ന അശോക് വലിയ മാനസിക വിഷമത്തിലാണ്. ഇത്രയും വലിയ പലിശയ്ക്ക് പണം വാങ്ങി കച്ചവടം ചെയ്യുന്നത് മണ്ടത്തരമാണെന്നും താൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പണി നമുക്ക് നടക്കില്ലെന്നും അശോക് തറപ്പിച്ചു പറയുന്നു. എന്നാൽ ആശ അശോകിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തടസ്സങ്ങൾ ഉണ്ടാകുമെന്നും അത് അതിജീവിച്ചു നേടുമ്പോഴാണ് അതിന്റെ വില അറിയുകയെന്നും അവൾ പറയുന്നു. എന്നാൽ അശോക് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും താൻ വേറെ ഏതെങ്കിലും ജോലി അന്വേഷിച്ചു പൊക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുകയും ചെയ്യുന്നു. അശോകിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ തനിക്ക് മനസ്സിലാകുമെന്നും എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം താൻ തന്നെ മറികടക്കുമെന്നും ആശ സ്വയം പറയുന്നു. മറുഭാഗത്ത് ഭരത് തിരിച്ചെത്താത്തതിന്റെ വിഷമത്തിലാണ് സോജ. അമ്മ കാരണമല്ലേ ഭരത് ദേഷ്യപ്പെട്ടു പോയതെന്ന് അവൾ ചോദിക്കുന്നു. അപ്പോഴാണ് ഷോപ്പ് ഉടമയുടെ ഭാര്യ വന്ന് ആശയെ അമ്പലത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കേണ്ടെന്നും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മനസ്സിന് സുഖം കിട്ടുമെന്നും അവർ പറയുന്നു. അശോകിന് നല്ലൊരു ജോലി ലഭിക്കാനും തങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകാനും പ്രാർത്ഥിക്കാനായി ആശ അവരോടൊപ്പം അമ്പലത്തിലേക്ക് പോകുന്നു. സീരിയലിന്റെ മറ്റൊരു പ്രധാന ഭാഗത്ത് അങ്കുഷും മാലയുമാണുള്ളത്. മാലയോട് അവിടെ നിന്നും പോകാൻ അങ്കുഷ് ആവശ്യപ്പെടുന്നു. താൻ പറഞ്ഞതൊന്നും മാല ചെയ്യുന്നില്ലെന്നും പ്രോപ്പർട്ടികൾ തിരിച്ചു വാങ്ങാൻ മാലയെക്കൊണ്ട് പ്രയോജനമില്ലെന്നും അങ്കുഷ് പറയുന്നു. എന്നാൽ താൻ പോയാൽ അങ്കുഷിന്റെ പ്ലാൻ നടക്കില്ലെന്ന് മാല ഓർമ്മിപ്പിക്കുന്നു. താൻ പോയിക്കഴിഞ്ഞാൽ മാല പണവുമായി ഒളിച്ചോടി എന്ന കള്ളക്കഥയുണ്ടാക്കി സ്വത്തുക്കൾ കൈക്കലാക്കാൻ അങ്കുഷിന് പദ്ധതിയുണ്ടെന്ന് അവൾ തിരിച്ചറിയുന്നു. അമ്മ എന്തുകൊണ്ടാണ് അങ്കുഷിന് സ്വത്ത് എഴുതിക്കൊടുക്കാത്തതെന്ന് മാല ചോദിക്കുമ്പോൾ താൻ നന്നാവാതെ പൈസ തരില്ലെന്ന നിലപാടിലാണ് അമ്മയെന്ന് അങ്കുഷ് പറയുന്നു. ഒടുവിൽ അങ്കുഷിന് സ്വത്തുക്കൾ തിരിച്ചു വാങ്ങിക്കൊടുക്കാമെന്ന് മാല ഉറപ്പു നൽകുന്നു. എപ്പിസോഡിന്റെ അവസാന നിമിഷങ്ങളിൽ ആശ അമ്പലത്തിലിരുന്ന് ദൈവത്തോട് ഉരുകി പ്രാർത്ഥിക്കുകയാണ്. തങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ മാറ്റണമെന്നും മുന്നോട്ടു പോകാൻ ഒരു വഴി കാണിച്ചു തരണമെന്നും അവൾ അപേക്ഷിക്കുന്നു. ആശയുടെ ഈ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? അവർക്ക് പുതിയൊരു വഴി തുറന്നു കിട്ടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അഷ്ലോക് യൂണിവേഴ്സ് ഫോളോ ചെയ്യുക. വീഡിയോകൾ അവിടെയും ലഭ്യമാണ്. നിങ്ങൾക്ക് ഈ സീരിയൽ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ അശോകിന്റെ തീരുമാനം മാറുമായിരിക്കുമോ? അപ്സരയുടെ അടുത്ത തന്ത്രം എന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ബൈ.